കൊച്ചി പാലാരിവട്ടത്തിന് സമീപം പൈപ്പ് പൊട്ടി. ജല അതോറിറ്റിയുടെ പൈപ്പാണ് പൊട്ടിയത്. മുൻപ് തമ്മനം ഭാഗത്തും പൈപ്പ് പൊട്ടിയിരുന്നു. അവിടെയുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ജലം റോഡിലേക്ക് ഒഴുകുന്നു എന്നതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ ഗൗരവമുള്ള വിഷയമാണ്. ഗൗരവമുള്ള പൈപ്പ് പൊട്ടലാണ് എന്താണ് ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത്. എസ് രാഗിനുണ്ട് വിവരങ്ങൾ. രാഗിന് ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഇപ്പോൾ പമ്പിംഗ് കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജലത്തിൻ്റെ കുത്തിയൊഴുക്ക് അല്പം അവസാനിച്ചിട്ടുണ്ട്. അല്പസമയം മുൻപാണ് ഇവിടെ ഈ പാലാരിവട്ടം പള്ളി സെമിത്തേരിക്ക് മുൻപിൽ ഇവിടെ പൈപ്പ് പൊട്ടിയത്. വലിയ തോതിൽ ഉച്ചയോടുകൂടിയാണ് വലിയ ശബ്ദമുണ്ടായിരുന്നു. അതോടുകൂടിയാണ് പൈപ്പ് പൊട്ടൽ ഉണ്ടായത്. ജല അതോറിറ്റിയുടെ 700 mm പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത്. അല്പം പഴയ പൈപ്പ് കൂടിയാണ്. അതിപ്പോൾ പൊട്ടിയ സ്ഥലത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ റോഡ് തകർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മണ്ണുൾപ്പെടെയുള്ള കാര്യങ്ങൾ കുത്തിയൊലിച്ചു പോയിട്ടുണ്ട്. ഈ മേഖലയിലൊക്കെ തന്നെ വലിയ തോതിൽ വെള്ളം ശക്തമായി തന്നെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടത്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. മുൻപും ഈ സമീപ തൊട്ടടുത്തുള്ള പ്രദേശത്ത് പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഉമാ തോമസ് MLA ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാൻ കാര്യങ്ങൾ. എങ്ങനെയാണ് അവസ്ഥ നിലവിൽ? ഞാനിപ്പോൾ ഇടുക്കിയിൽ നിന്ന് വന്ന പീറ്റയുടെ പ്രയറായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വന്ന് കയറണേ ഉള്ളൂ. അപ്പോൾ ആ സമയത്താണ് ഇവിടെ 5 മണി കഴിഞ്ഞപ്പോൾ പൈപ്പ് പൊട്ടിയെന്ന് വിവരം അറിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് വരികയത്. ഇവിടെ വരുമ്പോൾ ഈ റോഡിൽ മുഴുവൻ നടക്കാൻ പറ്റില്ലാത്ത രീതിയിൽ വലിയ തോതിൽ വെള്ളക്കെട്ടായിരുന്നു. ഭയങ്കര വെള്ളമായിരുന്നു. ഞാൻ ഫുൾ നനഞ്ഞിരിക്കുക. അവിടെ നടന്നു വരാൻ പറ്റില്ലാത്ത രീതിയിൽ വെള്ളം ഒഴുകുമായിരുന്നു. പഴയ പൈപ്പാണല്ലോ, ഇത് മാറ്റേണ്ട സമയമായില്ല. എങ്ങനെയാണ്? അപ്പം ഞാൻ അവരോട് വാട്ടർ അതോറിറ്റി വിളിച്ചു. അപ്പോൾ ചീഫ് എഞ്ചിനീയർ എടുത്തിട്ടില്ല. AXC വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ സുഖമില്ലാതെ കിടക്കുകയാണ്. അവരുടെ ടീം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. കളക്ടറേയും ഇവരെ അറിയിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യവും ഇതേപോലെ പ്രശ്നം ഉണ്ടായപ്പോൾ കളക്ടർ കൂടി ഇടപെട്ടിട്ടാണ് നമുക്ക് ആ സമയത്ത് കൃത്യം അവരിത് ചെയ്തത്. അതുകൊണ്ട് തന്നെ കളക്ടറെ അറിയിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് മുമ്പ് ആളുകൾ നിൽക്കുമ്പോൾ ചെറിയ കുടുക്കമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആളപായം പറ്റിക്കഴിഞ്ഞാൽ മണ്ണ് മുഴുവൻ ഒഴുകിപ്പോയിട്ടുണ്ട്. നമുക്ക് കാണാനുണ്ട് ഇവിടെ മുഴുവൻ മണ്ണ് കിടക്കുന്നുണ്ട്. ഇപ്പോൾ വല്ല ഇടിഞ്ഞു വല്ലതും പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് വല്ല അപകടം പറ്റരുതല്ലോ. എത്രയും വേഗം നേരെയാക്കണമെന്നൊരു ആവശ്യമാണല്ലോ. അതെ. ഇപ്പോൾ ആള് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ നോക്കിയാലേ കറക്റ്റായിട്ട് നമുക്ക് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. എത്രത്തോളം ഡെപ്ത് ഉണ്ട് ഇതിനൊന്നും. എന്തായാലും കുറച്ച് ദിവസത്തേക്ക് കുടിവെള്ളം ഇല്ല എന്നുള്ളത് ഉറപ്പായി. കാരണം ഇത് പമ്പിങ് ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. പമ്പിങ് നിർത്തിയവര്. എന്തായാലും ഇതാണ് നിലവിലെ ഇവിടുത്തെ അവസ്ഥ. ഇപ്പോൾ റോഡൊക്കെ ഒന്ന് ഇടിഞ്ഞ് താഴ്ന്ന അവസ്ഥയാണ്. പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. പ്രത്യേകിച്ചും കൊച്ചി നഗരത്തിൽ പാലാരിവട്ടം പോലെയുള്ള പ്രദേശം. മുൻപ് കുറേ വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ പൈപ്പ് പൊട്ടൽ സ്ഥിരമായിരുന്നു. അന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതാണ്. അതിനുശേഷം കുറച്ച് നാൾക്ക് മുൻപ് തൊട്ടടുത്ത സമീപത്ത് പൈപ്പ് പൊട്ടിയിരുന്നു. ഇപ്പോൾ ആ റോഡ് താഴേക്ക് ഇടിഞ്ഞുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ആ പൈപ്പ് പൊട്ടിയ പ്രദേശത്താണ് കൂടുതൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ വെള്ളക്കെട്ട്. ഇങ്ങോട്ട് 4 പാടും റോഡുണ്ട്. അവിടൊക്കെ വെള്ളം കുത്തിയൊലിച്ച് പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ റോഡ് ഇരിക്കുന്ന സ്ഥിതിയും ഉണ്ട്. ഇത്തരത്തിൽ വലിയ തോതിൽ തന്നെ റോഡ് ഇടിയുന്ന ഒരു അവസ്ഥയെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം പൈപ്പ് പൊട്ടലിന്റെ ആഘാതത്തിൽ ആ റോഡ് താഴേക്ക് കാണിക്കുന്നുണ്ടോ? കണ്ടോ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതെന്താണ്? അവിടെ റോഡ് ഇടിഞ്ഞ് താഴ്ന്നതാണോ? രതീഷ്, തീർച്ചയായും റോഡ് ഇടിയുന്നുണ്ട്. അതാണ് നേരത്തെ MLA ഉൾപ്പെടെ മറ്റുള്ളവരൊക്കെ കാണിച്ചു തരുന്നത്. ആ റോഡ് പൈപ്പ് പൊട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ആ റോഡ് താഴേക്ക് ഇരിക്കുകയാണ്. അങ്ങനെ റോഡിനും വലിയ തോതിലുള്ള കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പാച്ച് വർക്ക് ഇതിന്റെ ഭാഗമായി തന്നെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഈ റോഡിന് അടിയിൽ കൂടിയാണോ, ആ ഭാഗത്താണോ ഇങ്ങനെ റോഡ് ഇടിഞ്ഞ് താഴ്ന്നതായിട്ട് കാണുന്നത്? തീർച്ചയായും. കാരണം ഈ പൈപ്പ് പോകുന്നത് റോഡിന് താഴെയാണല്ലോ. അപ്പോൾ പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത്. അതോടുകൂടി ആ റോഡ് തകർന്നിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഇപ്പോൾ ഇത് കാണുന്നുണ്ട് നമുക്ക്. നേരത്തെ ഉള്ള അവസ്ഥയിലല്ല. കാരണം ആ റോഡ് താഴേക്ക് ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. ആ പൈപ്പ് പൊട്ടിയതിൻ്റെ ആഘാതത്തിലാണ് റോഡ് താഴേക്ക് ഇരുന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട റോഡ് കൂടിയാണിത്. അവിടെയാണ് ഇത്തരത്തിൽ പൈപ്പ് പൊട്ടുകയും അതോടൊപ്പം തന്നെ റോഡ് താഴേക്ക് ഇരിക്കുകയും ചെയ്തിട്ടുള്ളത്. ജല അതോറിറ്റിയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ നേരത്തെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ പമ്പിംഗ് കുറച്ചിട്ടുണ്ടെന്നാണ്. പക്ഷേ ഇപ്പോൾ പമ്പിംഗ് നിർത്തിയതായും മനസ്സിലാക്കുന്നു. എന്തായാലും റോഡിനും വലിയ തോതിലുള്ള കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ആ റോഡ് താഴേക്ക് ഇരിക്കുകയാണ്. നേരത്തെ വലിയ വെള്ളക്കെട്ടാണ് ഈ മേഖലയിൽ ഉണ്ടായത്. ശക്തമായ രീതിയിൽ വെള്ളം കുത്തിയൊലിച്ചു പോകുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടത്. ഇനി ജല അതോറിറ്റി ഇവിടെ എത്തി റോഡ് കുഴിച്ച് അതോടൊപ്പം തന്നെ പൈപ്പ് നേരെയാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തണം. 700 mm പ്രിമോ പൈപ്പാണ് പൊട്ടിയിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. അല്പം പഴയ പൈപ്പ് കൂടിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊച്ചി നഗരത്തിൽ ഇത്തരത്തിൽ വെള്ളക്കെട്ട് അല്ലെങ്കിൽ പൈപ്പ് പൊട്ടൽ അത് സ്ഥിരമായി തന്നെ ഉണ്ടായിരുന്നതാണ്. അതിനുശേഷം കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു തരത്തുകൂടി ഇവിടെ ഈ 700 mm പ്രിമോ പൈപ്പ് പൊട്ടിയതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്തായാലും ജല അതോറിറ്റിയുടെ
കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടില്ല. അല്പസമയം മുമ്പാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഒക്കെ തന്നെ ഗൗരവമുള്ളൊരു വിഷയമാണ്. റോഡ് തകർന്ന് താഴുന്നുണ്ട്. ആ ഭാഗത്തൂടെയാണ്, ആ റോഡിൽ ഇടിഞ്ഞിരിക്കുന്ന ഭാഗത്തൂടെയാണ് ഈ പൈപ്പ് പോകുന്നതെന്നാണ് രാഗൻ പറയുന്നത്. എം.എൽ.എയും അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. മാത്തോമസ് എം.എൽ.എ. അവിടെ റോഡ് ഇരുന്ന് പോകുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റുമോ, റോഡ് താന്നു പോകുമോ എന്നൊക്കെയുള്ള പേടിയുണ്ട്. അതേസമയം തന്നെ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ടും വലിയ ഒരു പ്രശ്നം തന്നെയാണ്. ആ ദൃശ്യങ്ങൾ കാണാം അതിൻ്റെ ഗൗരവം എത്രത്തോളം വലുതാണ് എന്ന്. എന്താണ് അടിയന്തരമായി പരിഹാരം അവിടെ ഉണ്ടാക്കാൻ കഴിയുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കൊച്ചി നഗരത്തിലാണ് ഈ സംഭവം. പാലാരിവട്ടത്താണ് പൈപ്പ് പൊട്ടിയത്.